രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓഗസ്റ്റ് 31 പരമപവിത്രമായ ദിനം വരികയാണ്. ഈ പ്രപഞ്ചത്തിൽ യാതൊരു കളങ്കങ്ങളുമില്ലാത്ത അത്രയും ശുദ്ധമായ ദിനം വേറൊന്നില്ല. ഓഗസ്റ്റ് 31 നമ്മുടെ രാധാറാണി അമ്മയുടെ ജന്മദിനം. കൃഷ്ണൻ അതീവ സന്തുഷ്ടനായിരിക്കുന്ന ദിവസമാണ്. അതിന് നമ്മൾ രാധാറാണിയെ വിധിപ്രകാരം പൂജിക്കണം. അപ്പൊ എങ്ങനെയാണ് രാധാറാണിയെ പൂജിക്കേണ്ടത്, ഏതൊക്കെ മന്ത്രങ്ങളാണ് അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്, ഏറ്റവും പുതിയതായി എനിക്ക് ലഭിച്ച മന്ത്രങ്ങളും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയും നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. അത് കേട്ട് ദിവസം ഒരു ശ്ലോകമെങ്കിലും നിങ്ങൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കും. രോഗമുള്ളവർക്കാണെങ്കിൽ ആ രോഗം കുറഞ്ഞു കിട്ടും. ഇല്ലാത്തവർക്കാണെങ്കിൽ ഇനി രോഗം ഉണ്ടാകാതിരിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പൊ കൃഷ്ണൻ നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യം തരാൻ നിങ്ങൾ നാരായണീയം ദിവസം ഒരു ശ്ലോകം വെച്ച് അർത്ഥമറിഞ്ഞ് അതിന് ഞാൻ ആ ക്ലാസ് നടക്കുകയാണ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് അത് കിട്ടുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ കൃഷ്ണന്റെ സർവസ്വമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അടുക്കിന് നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. ഇന്നുവരെ രാധാറാണിയുടെ ജീവിതകഥയിൽ ഇങ്ങനൊരു റിസർച്ച് ഉണ്ടായിട്ടില്ല. 5 വർഷത്തെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. 133 എപ്പിസോഡ് പിന്നിട്ട് കഴിഞ്ഞു. നിങ്ങൾ പുതിയത് കേൾക്കുക, പഴയത് സമയം കിട്ടുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് കാണുക. എല്ലാ ബുധനാഴ്ചയും നമുക്ക് മരണത്തെ കീറി മുറിച്ചു പരിശോധിക്കുന്ന നമ്മുടെ കഠോപനിഷത്ത്, നമ്മുടെ ഉപനിഷത്തിൽ വിശിഷ്ടമായ കഠോപനിഷത്തിൻ്റെ ക്ലാസ്സാണ്. ആ കഠോപനിഷത്തിൻ്റെ ക്ലാസ് കേൾക്കുക, മരണഭയമില്ലാതാകും. എല്ലാ വ്യാഴാഴ്ചയും കൃഷ്ണനെയും രാധാറാണിയെയും ഒന്നിച്ചു കിട്ടാൻ സഹായിക്കുന്ന അഷ്ടപതിയുടെ ക്ലാസ്സാണ്. ആ അഷ്ടപതിയുടെ ക്ലാസ് കേൾക്കുക, പരമപുണ്യമാണത്. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഞാൻ കൊല്ലത്താണുള്ളത്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെങ്കിൽ നേരിട്ട് ഇവിടെ വന്നാൽ മതി. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാവുന്നതാണ്. ഹോസ്റ്റൽ സൗകര്യമുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. അതേ കണക്ക് തന്നെ
നമുക്ക് പിന്നെ അസ്ട്രോളജി ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യോതിഷപരമായ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ ഫോൺ നമ്പർ 9645333999. ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഷ്ടാവക്ര ഗീത പ്ലേലിസ്റ്റിലുണ്ട്, എടുക്കണം. നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ഭക്തമീരയുണ്ട്. ജനറൽ എന്ന ഐറ്റത്തിൽ നമുക്ക് പ്രയോജനം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുക. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ. ഓ രാധേ രാധേ. 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 ബർസാനെ വാരി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാ റാണിയമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്നു രാധാ റാണിയമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണിയമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണിയമ്മ കി ജയ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. രാധാ കവചം 2 ഉണ്ട്. ആ 2 രാധാ കവചവും നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ പാടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കേൾക്കണം. അത് ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ക്ലാസ് ഉണ്ട്. ഓരോ വാക്കിൻ്റെയും അർത്ഥം സഹിതം പറഞ്ഞ് രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടു. അതിന് വരികൾ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് യഥാർത്ഥ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെ നമ്മൾ ഇടുകയാണ്. അതും നിങ്ങൾ കേൾക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ വ്രതം എടുക്കേണ്ടതെന്ന് ആദ്യം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഓഗസ്റ്റ് 31 പരമപവിത്രമായ രാധാഷ്ടമി. അതിൻ്റെ കൂട്ടത്തിൽ കഠിന കൃഷ്ണഭക്തനായ ഞാൻ, അതായത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരമ്പലത്തിൽ ഞാൻ പോകത്തില്ല, അങ്ങനെയുള്ള അത്രയ്ക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നിശ്ചയമായിട്ടും നിങ്ങളത് കാണണേ. എന്ന് മാത്രവുമല്ല, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ തരുന്നതാണ്. അപ്പോൾ ഈ വ്രതം ശ്രദ്ധിച്ചു കേട്ടോളണം. സാധാരണഗതിയിൽ നമ്മൾ വ്രതങ്ങൾ ഒരു ഫുൾ ഡേ ആണ് എടുക്കുന്നത്, ഒരു വക കഴിക്കാതെ. ഇവിടെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അബദ്ധത്തിൽ വീണു പോകരുത്. രാധാറാണി അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കള് വിശന്നിരിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല. നമ്മൾ വിശന്നിരുന്നാൽ അമ്മ ആഹാരം കഴിക്കില്ല. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നത് എൻ്റെ മക്കള് വിശന്നിരുന്ന് ഒരു വ്രതവും എടുക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മകൻ വിശന്നിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ആഹാരം കഴിക്കും? നിങ്ങൾ പറഞ്ഞേ, നിങ്ങളുടെ മകൻ വിശന്നിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ആഹാരം കഴിക്കും? അത് നിങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് മകൻ വിശന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ സങ്കടം വരും, അല്ലേ? അതുപോലെയാണ് രാധാറാണിയുടെ കാര്യം. രാധാറാണി അമ്മ ഭക്തവത്സലയാണ്, മനസ്സിലായില്ലേ? മാതൃഭാവത്തിൻ്റെ മൂർധന്യമാണ്. തൻ്റെ മക്കള് തനിക്ക് വേണ്ടി വിശന്നിരിക്കുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരേ ഒരു ദൈവം രാധാറാണിയാണ്. ബാക്കി സകല ദൈവങ്ങളും അവർക്ക് വേണ്ടി നമ്മൾ വ്രതമെടുക്കുന്നത് ഇഷ്ടമാണ്. രാധാറാണിക്ക് അങ്ങനെയല്ല. പിന്നെ ഭക്തജനങ്ങളുടെ നിർബന്ധവും ഭക്തജനങ്ങളുടെ ആഗ്രഹവും പ്രകാരം ആകെ ഒരു കൺസെഷൻ എന്ന് പറയുന്നത് രാധാറാണി പറയുന്നത്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഉപേക്ഷിച്ചോളൂ എന്നും പറഞ്ഞ് വേണമെന്നുള്ളവർക്ക് പാല് കുടിക്കാം. പക്ഷെ അങ്ങനെ വേണ്ട, നമുക്ക് വെള്ളം കുടിച്ച് എടുക്കുക. 12 മണിക്കാണ് രാധാറാണി ജനിക്കുന്നത്. കൃത്യം ആ 12 മണി, അതായത് രാവിലെ നിങ്ങൾ വ്രതമെടുക്കുന്നു, ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ വ്രതം അവസാനിപ്പിക്കുക. മൃഷ്ടാന്നം ഭക്ഷണം കഴിക്കുക, സസ്യാഹാരമായിരിക്കണം.
മൃഷ്ടാന്നം ഭക്ഷണം കഴിക്കുക. തലേന്നും നിങ്ങൾ വ്രതമായിരിക്കണം. അതായത് ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് 30-ന് നിങ്ങൾ മാംസം കഴിക്കരുത്, സസ്യാഹാരം. 31-ന് രാധാഷ്ടമി വ്രതം, സസ്യാഹാരം. തൊട്ടടുത്ത ദിവസവും സസ്യാഹാരമായിരിക്കണം. ആളുകൾ പലതും പറയും, അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മനസ്സിലല്ലേ, ഇത്രാം തീയതി ഇത്ര മണിക്ക്, ചിലർ പറയും ഒരു ദിവസം അങ്ങ് ഫുൾ എടുക്കണം, പിന്നെ അതിന് മണിയൊക്കെ നാഴികയൊക്കെ കുറിച്ച് തരും. ഇത്ര മണി ഇത്ര സെക്കൻഡ് മുറിച്ചില്ലെങ്കിൽ പാപം. സത്യം പറഞ്ഞാൽ ദൈവത്തെ ഇങ്ങനെ നിങ്ങൾ ആരും അവഹേളിക്കരുത്. കാരണം നിങ്ങൾ വ്രതം മുറിക്കുന്നത് ഒരു പോയിന്റ് തെറ്റിപ്പോയാൽ അത്രയും നേരം വ്രതമെടുത്താക്ക് ദോഷം വരുത്തുന്ന ക്രൂരരാണോ ഭഗവാൻ? നമ്മുടെ ആൾക്കാര്, പ്രത്യേകിച്ചും ഈ ചാനലുകാര്, ഒരു പ്രൊമോഷന് വേണ്ടി അവർ ഭഗവാനെ അങ്ങ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പലരും ഏകാദശി വ്രതം എടുക്കുമ്പോൾ ഉടനെ പറയും ഇന്ന സമയത്ത് വ്രതം മുറിക്കണം, ആ സമയത്ത് മുറിച്ചില്ലെങ്കിൽ കുഴപ്പം. എത്ര അമ്മമാരാണ് സങ്കടത്തോടെ എന്നെ വിളിക്കുന്നതെന്നറിയാവോ? മോനെ, എനിക്ക് ആ സമയം ഇച്ചിരി തെറ്റിപ്പോയി മോനെ, ചാനലിൽ ആരോ പറഞ്ഞ് ഇത്ര മണിക്ക് മുറിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഭഗവാന് വേണ്ടി വ്രതം എടുത്തത് ഒരു 5 മിനിറ്റ് താമസിച്ചു പോയാൽ ഭഗവാൻ ശപിക്കുമെന്ന് ഇല്ല. അങ്ങനെ ഒന്നുമില്ല. രാധാറാണിയെക്കുറിച്ച് ആധികാരികമായി റിസർച്ച് നടത്തിയ ഞാനാണ് പറയുന്നത്, രാധാറാണിക്ക് നിങ്ങൾ വിശന്നിരിക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങൾ 12 മണിയാകുമ്പം വ്രതം മുറിച്ച് ആഹാരം കഴിക്കുക. കാരണം അതിന് ശേഷമേ നമ്മുടെ രാധാജി ആഹാരം കഴിക്കൂ. മക്കൾ വ്രതം മുറിക്കണം, മക്കൾ ആഹാരം കഴിച്ചിട്ടേ അമ്മ കഴിക്കൂ. അതാണ് എൻ്റെ രാധാറാണി അമ്മ, മനസ്സിലായ? അതാണ്. പക്ഷേ ഒരു കൊച്ചു വ്രതം ഉച്ചവരെ എടുത്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് അതിന് കിട്ടുന്ന പുണ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. 1000 ഏകാദശിക്ക് തുല്യമാണ് ഒരൊറ്റ രാധാഷ്ടമി. അത് എങ്ങനെ? വെറും ഉച്ചയ്ക്ക് 12 മണി വരെ. അപ്പൊ നിങ്ങൾക്ക് രാവിലെ വ്രതം തുടങ്ങണം. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ വ്രതം അവസാനിപ്പിക്കുക. രാധാറാണിക്ക് ഒരു ഊണ്, നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഊണ് സമർപ്പിക്കുക. പിന്നെ നിങ്ങളും ഭക്ഷണം കഴിക്കുക. ഓഫീസിലാണെങ്കിൽ നിങ്ങൾ നല്ല വിഭവസമൃദ്ധമായി കഴിക്കണമെന്നാണ് രാധാറാണി പറയുന്നത്. നോൺ വെജ് ആകരുത്, വെജ് വിഭവസമൃദ്ധം. നിങ്ങൾ ഓർമ്മിക്കുക, 1000 ഏകാദശിക്ക് തുല്യമാണ് ഒരു രാധാഷ്ടമി എന്ന് പറയുന്നത്. ആഗ്രഹിക്കുന്നത് എന്തും കിട്ടിയിരിക്കും. ഒരാഗ്രഹവും ഇല്ലാത്തവർക്ക് ഗോലോക പ്രാപ്തി കിട്ടിയിരിക്കും. പക്ഷേ നമ്മൾ വിധി അനുസരിച്ച് പൂജിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത്, അന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. ഇനി അതല്ല 4 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ലെങ്കിൽ 5 മണി മതി. അത് കഴിഞ്ഞാകരുത് ദേവി. അപ്പോൾ നിങ്ങൾ രാധാഷ്ടമിയുടെ അന്ന് പറ്റുമെങ്കിൽ 4 മണിക്ക് നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുക. അതിനു മുമ്പ് ഒരു കാര്യം, തലേന്ന് നിങ്ങൾ ദേവിയെ അണിയിച്ചു ഒരുക്കി കണി ഒരുക്കി വെക്കണം. നമ്മൾ വിഷുവിന് കണി കാണത്തില്ലേ, അതുപോലെ വിഷുക്കണിക്ക് നിങ്ങൾ എന്തൊക്കെ വെക്കും, അതെന്ത് വെക്കും എന്നുള്ള എൻ്റെ വിഷുക്കണിയുടെ വീഡിയോ ഉണ്ട്. വിഷുക്കണിക്ക് നിങ്ങൾ എന്തൊക്കെ വെക്കും അതെല്ലാം ദേവിയുടെ മുന്നിൽ വെക്കുക. ദേവിയെ അണിയിച്ചൊരുക്കി ഇരുത്തുക. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് നിങ്ങളിങ്ങനെ കണ്ണും പൂട്ടി ചെന്നിട്ട് പതുക്കെ ഇത് തുറന്നിട്ടേക്കണം. പൂജാമുറി കണി കാണുന്നത് അമ്മയെ. അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളോ മക്കളെയോ ഭർത്താവിനെയോ ഒക്കെ കണ്ണു പൊത്തി കൊണ്ടുപോയി ഏത് കാണിക്കണം? രാധാറാണി അമ്മയെ കാണിക്കണം. വിഷുവിന് നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. പൂജാമുറിയൊക്കെ ഒരുക്കി റെഡിയാക്കി നിങ്ങൾ വെച്ചേക്കണം. ഇനി നിങ്ങൾ ഇങ്ങനെ വന്ന് രാധാറാണിയെ കണി കണ്ടിട്ട് ജന്നൽ തുറന്ന് പ്രകൃതിയെ ഒന്ന് കാണണം. 2 കൈയും എടുത്ത് നിങ്ങൾ പ്രകൃതിയെ കൂപ്പണം. അതിനുശേഷം നിങ്ങൾ കുളിക്കണം, പല്ല് തേച്ച് കുളിക്കണം. കുളിക്കുമ്പോൾ കുളിച്ചു തീർന്ന് രാധാഗായത്രി ചൊല്ലണം. മിനിമം ഒരു 10 തവണയെങ്കിലും ചൊല്ലണം. ഓം വൃക്ഷഭാനുജായേ വിദ്മഹേ കൃഷ്ണപ്രിയായേ ധീമഹി തന്നോ രാധാ പ്രചോദയാത്. ഓം വൃക്ഷഭാനുജായേ വിദ്മഹേ കൃഷ്ണപ്രിയായേ ധീമഹി തന്നോ രാധാ പ്രചോദയാത്. ഇത് നിങ്ങളൊരു 10 തവണയെങ്കിലും മിനിമം ജപിക്കുക. ഒരു ജപമാല മൊത്തം ജപിക്കാമെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ കുളിച്ച് നിങ്ങൾ വൃത്തിയായിട്ട് വരിക.
വന്നതിന് ശേഷം രാധാറാണി അമ്മയ്ക്ക് 2 തിരിയോ 5 തിരിയോ ഇട്ട വിളക്ക് നെയ്വിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഏത് എണ്ണ ഒഴിച്ചാലും മതി. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വിളക്ക് 5 തിരിയോ 2 തിരിയോ നിങ്ങൾ ഈ വിളക്ക് കത്തിക്കുക. കത്തിച്ചതിന് ശേഷം നിങ്ങൾ കൈ കൂപ്പിക്കൊണ്ട് അമ്മയോട് പറയണം, കൃഷ്ണന്റെ ക്ലാദിനി, ആഹ്ലാദത്തിന്റെ കൃഷ്ണന്റെ ക്ലാദിനി ശക്തിയായ രാധാറാണി അമ്മയ്ക്ക് അടിയന്റെ കോടി നമസ്കാരം. ആദി പരാശക്തിയായ രാധാദേവി അമ്മയ്ക്ക് അടിയന്റെ കോടി നമസ്കാരം. കൃഷ്ണസ്വരൂപിണിയായ രാധാറാണിക്ക് അടിയന്റെ കോടി നമസ്കാരം. രാസേശ്വരിയും രസകേശ്വരിയുമായ രസികേശ്വരിയുമായ രാധാറാണി അമ്മയ്ക്ക് കോടി നമസ്കാരം. അപ്പൊ നിങ്ങൾ തലേന്ന് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു വെക്കാമെങ്കിൽ വളരെ നല്ലതാണ്. കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ച് നിങ്ങൾ വെക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് ഈ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാകും. മുല്ലപ്പൂ നമുക്ക് അത്യാവശ്യം, അല്ലെങ്കിൽ വെളുത്ത പൂ. പിന്നെ എന്തൊക്കെ വേണമെന്നുള്ളത് ഈ വീഡിയോയും മന്ത്രങ്ങളും കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക, തലേന്നെ കണി ഒരുക്കുക, നേരെ വന്ന് രാധാറാണിയെ കാണുക, വീട്ടിലെ അംഗങ്ങളെ കണി കാണിക്കുക. അവർക്ക് വിഷു കൈനീട്ടം പോലെ രാധാറാണിയുടെ കൈനീട്ടം നിങ്ങൾ കൊടുക്കുക. പ്രകൃതിയെ കാണുക, കുളിക്കുക, രാധാഗായത്രി ചൊല്ലുക. വിളക്ക് 5 തിരിയാണെങ്കിൽ വളരെ നന്നായി. നിങ്ങൾക്ക് ധനമുണ്ടെങ്കിൽ നെയ്വിളക്ക്, അല്ലെങ്കിൽ സാധാരണ എണ്ണയായാലും മതി. ആ നെയ്വിളക്ക് കത്തിക്കുക. ഇനിയാണ് നമ്മുടെ പൂജ, ഇനിയാണ് പൂജ. ശരിക്കും ഒരു തമിഴ് ബ്രാഹ്മണ ഗ്രഹത്തിൽ എങ്ങനെയാണ് രാധാറാണിയെ പൂജിക്കുന്നത്, അതുപോലെ നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മണർ എങ്ങനെയാണ് രാധാറാണിയെ പൂജിക്കുന്നത്, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പകർന്നു തരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, കൃത്യമായി ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതേ, ഉറക്കമെഴുന്നേറ്റു, കുളിച്ചു, ഗായത്രി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു, വിളക്ക് കത്തിച്ചു കഴിഞ്ഞു, പൂക്കളൊക്കെ അടുത്ത് വെച്ചു കഴിഞ്ഞു. തുടങ്ങാം നമുക്ക് പൂജ തുടങ്ങാം നമുക്ക്. അപ്പോൾ നമ്മുടെ പൂജ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടെ ഞാൻ പറയട്ടെ. ഞാൻ ഈ പൂജയുടെ മന്ത്രങ്ങൾ പറയുമ്പോൾ അത് വീഡിയോയ്ക്കകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ വീഡിയോ മുഴുവനും അവസാനിച്ച് കഴിയുമ്പോൾ, അതായത് ഞാൻ ലാസ്റ്റ് പ്രാർത്ഥനാ മന്ത്രവും പറയും, ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഗ. അത് കഴിയുന്ന ഉടനെ ഈ മന്ത്രങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങളിത് പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അമ്മമാർ ശ്രദ്ധിക്കണേ, ഒന്നുമില്ല. ആ മന്ത്രത്തിൻ്റെ ഭാഗം വരുമ്പം കൈവച്ചൊരു കുത്തു കൊടുത്താൽ അതങ്ങ് നിൽക്കും. അപ്പോൾ ഒന്നുകിൽ അത് നോക്കി എഴുതിയെടുക്കാം, അല്ലെങ്കിൽ എഴുതുന്നതിനേക്കാൾ നല്ലത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞ് കമ്പ്യൂട്ടർ സെൻറ്ററിൽ കൊടുത്താൽ അവർ നമുക്കത് പ്രിൻ്റായിട്ട് എടുത്തു തരും. അപ്പോൾ നമുക്കത് നോക്കിക്കൊണ്ട് മന്ത്രം കൃത്യമായിട്ട് ചൊല്ലാനായി നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഈ മന്ത്രങ്ങൾ ഞാൻ ഇങ്ങനെ ധ്യാനിച്ച് അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ അതിൽ മുഴുകിയാണ് പറയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഉച്ചാരണവും എഴുതി കാണിക്കുന്നതും തമ്മിൽ ചെറിയ ഡിഫറൻറ്റ് തോന്നിയാൽ ആ എഴുതി കാണിക്കുന്നതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ മതി. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഇതിനെക്കുറിച്ച് തോന്നിയാൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. എൻ്റെ നമ്പർ അറിയാമല്ലോ, 9645333999. അപ്പോൾ ഈ രാധാഷ്ടമിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം, ഇത് ഈ കേട്ടിട്ടും നിങ്ങൾക്ക് എങ്ങനെ പിന്നെ വ്രതം എടുക്കണം, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. രാധാമ്മയുടെ വ്രതം എടുക്കുന്ന കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്നതിന് ഞാൻ 101% സന്നദ്ധനാണ്. ഈ വ്രതത്തെക്കുറിച്ച് നിങ്ങൾ എപ്പം വിളിച്ചാലും ശരി തന്നെ ഞാൻ ഫോൺ എടുത്തിരിക്കും. ഇൻ കേസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും തിരിച്ച് വിളിച്ചിരിക്കും. അതേ കണക്ക് തന്നെ ഈ വീഡിയോയ്ക്കകത്ത് ഇതൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജോലിയാണ്. ആ ജോലി സന്തോഷത്തോടെ ഏറ്റെടുത്ത് ചെയ്തു തന്ന നമ്മുടെ പ്രിയങ്കരിയായ ആശ, UK-യിൽ വർക്ക് ചെയ്യുന്ന ആശയാണ്. ആശയ്ക്ക് രാധേ രാധേ ചാനൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ ഭയഭക്തി ബഹുമാനത്തോടാണ് ഇത് എഴുതിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2-3 ദിവസം മുമ്പേ ഇത് ഇറക്കേണ്ടതാണ്. പക്ഷെ ആ സമയത്ത് ആശയ്ക്ക് അശുദ്ധിയാണ്.
അപ്പോൾ ശുദ്ധി വന്നതിന് ശേഷമേ ഞാൻ എഴുതൂ എന്ന് എന്നോട് പറയുകയും അങ്ങനെ അത്രയ്ക്ക് നമ്മളൊരു രാധാമ്മയുടെ ഒരു വീഡിയോ ഇറക്കുമ്പോൾ അതിലെ മന്ത്രങ്ങൾ ഇതിനകത്ത് എഴുതുന്നത് പോലും അശുദ്ധിയിൽ നമ്മൾ എഴുതില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു നോർമൽ വീഡിയോ അല്ല, അത്രയ്ക്ക് പരിശുദ്ധിയോടുകൂടി നിങ്ങൾക്ക് ജപിച്ച് ചരട് തരുത്തില്ലേ, അതുപോലെ അത്ര പരിശുദ്ധിയോടുകൂടിയാണ് ഞാൻ രാധാമ്മയുടെ വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ ആശയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ആശയ്ക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കഥാലോകം എന്നാണ് അതിൻ്റെ പേര്. എല്ലാ വിഷയങ്ങളും അതിൽ വരുന്നുണ്ട്. രാധാറാണിയെക്കുറിച്ചും ആശ കഥാലോകത്തിൽ വളരെ മനോഹരമായി പറയുന്നുണ്ട്. ആശയുടെ ആ ചാനലുമൊക്കെ നിങ്ങൾ കാണുക. അങ്ങനെ ആശയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതാ നമ്മൾ പൂജ ആരംഭിക്കുകയാണ്. രാധാമ്മയുടെ പൂജ ആരംഭിക്കുകയാണ്. ആദ്യമായി നിങ്ങൾ രാധാറാണിയുടെ ആ പ്രതിമയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ചിത്രത്തിന് മുന്നിൽ നിങ്ങൾ നിൽക്കുക. നിന്നിട്ട് രണ്ട് കൈയും എടുത്ത് നെഞ്ചത്താണ് വെക്കേണ്ടത്. നെഞ്ചത്ത് ഇങ്ങനെ വെച്ച് കൈകൂപ്പിക്കൊണ്ട് നിൽക്കുക. എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക. രാധാറാണിയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ട് 9 തവണ ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. അങ്ങനെ 9 തവണ രാധാജിയെ നമ്മുടെ മന്ത്രം ജപിക്കുക. അതിനുശേഷം നിങ്ങൾ പൂക്കൾ കയ്യിലേക്ക് എടുക്കുക. പൂക്കൾ കയ്യിലെടുത്തിട്ട് വീണ്ടും ഓം രാധായേ സ്വാഹ എന്ന് 3 തവണ വീണ്ടും ഉച്ചരിക്കുക. ഉച്ചരിച്ചതിന് ശേഷം അത് രാധാജിയുടെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. അതിനുശേഷം കുറച്ച് പൂവ് നിങ്ങൾ കൈകളിലേക്ക് എടുക്കുക. കുറച്ച് കൂടുതൽ എടുത്തുകൊള്ളൂ. അതെടുത്തതിന് ശേഷം പൂപ്പ് കൈകളുമായി നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം. ഇതൊക്കെ ഞാൻ എഴുതി കാണിക്കും. അതുകൂടാതെ പ്രത്യേകമായിട്ട് വീഡിയോയും ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് കമ്പ്യൂട്ടർ സെന്ററിൽ കൊടുത്താൽ നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾ അത് നോക്കി വായിച്ചാൽ മതി. നിർത്തി നോക്കി വായിച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? കണ്ണും പൂട്ടിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ധ്യാനം ചശ്രൂയതാം വത്സ സാമവേദോക്തമേവ ച ശ്രീകൃഷ്ണേന കൃത്യം പൂർവം സർവേഷാം അഭിവാഞ്ചിതം ശ്വേതചമ്പകവർണാഭാം ചന്ദ്രകോടി സമപ്രദാം ബിഭ്രതാം കബരീഭാരം മാലതീ മാല്യഭൂഷിതാം വഗ്നിശുദ്ധാം ശുഗാധാരം രത്നഭൂഷണഭൂഷിതാം ഈഷദ്യാസ്യ പ്രസന്നാസ്യാം ഭക്താനുഗ്രഹകാരികാം. അതിനുശേഷം കയ്യിലിരിക്കുന്ന 2-3 പുഷ്പങ്ങൾ രാധാജിയുടെ ശിരസിലും ഇടുക. രാധാജിയുടെ പാദങ്ങളിലും നിങ്ങൾ സമർപ്പിക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഓം രാധായേ സ്വാഹ എന്ന മനസ്സിൽ പറഞ്ഞിട്ട് വീണ്ടും ബ്രഹ്മസ്വരൂപാം പരമാം കൃഷ്ണരാമാം മനോഹരം കൃഷ്ണപ്രാണാദിതാം ദേവീം കൃഷ്ണവക്ഷസ്ഥലസ്ഥിതാം കൃഷ്ണാസ്തുതാം കൃഷ്ണകാന്താം ശാന്താം സർവപ്രഭാം സതീം നിർലിപ്താം നിർഗുണാം നിത്യാം സത്യാം ശുദ്ധാം സനാതനീം ഗോലോകവാസിനീം ഗോത്രീം വിധാത്രീം ധാതുരേവതാം വൃന്ദാം വൃന്ദാവനചരീം വൃന്ദാവന വിനോദിനീം. അതിനുശേഷം വീണ്ടും കയ്യിലിരിക്കുന്ന പൂക്കള് കുറച്ച് രാധാറാണിയുടെ ശിരസിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. കുറച്ച് രാധാറാണിയുടെ പാദങ്ങളിലേക്ക് ഇടുക. വീണ്ടും രാധാറാണിയുടെ രൂപം ഇങ്ങനെ മനസ്സിൽ ധ്യാനിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ ഓം രാധായേ സ്വാഹ ജപിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ തുളസ്യധിഷ്ഠാതൃദേവീം ഗംഗാർച്ചിത പദാംബുജാം സർവസിദ്ധിപ്രദാം സിദ്ധാം സിദ്ധേശീം സിദ്ധയോഗിനീം സുയജ്ഞയജ്ഞാധിഷ്ഠാത്രീം സുയജ്ഞായ മഹാത്മനേ
ഇത്രയും നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം രാധാജിക്ക് പൂക്കൾ സമർപ്പിക്കുക. തുളസി ഉണ്ടെങ്കിൽ തുളസിയുടെ 1-2 ഇലകളും കൂടെ നിങ്ങൾ അതിനകത്തേക്ക് ഇടുക. വീണ്ടും വരദാത്രീം ച വരദാം സർവസമ്പത്പ്രദാം സദാം രത്നസിംഹാസനസ്ഥാം ച രത്നദർപ്പണധാരിണീം ക്രീഡാ പങ്കജഹസ്താഭ്യാം പരാം കൃഷ്ണപ്രിയാം ഭജേ. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കയ്യിലിരുന്ന ആ പൂക്കൾ മുഴുവനും രാധാജിയുടെ പാദങ്ങളിലും ശിരസ്സുകളിലുമായിട്ട് സമർപ്പിക്കുക. കുറച്ച് ശിരസിലിടുക, കുറച്ച് പാദങ്ങളിലിടുക. അതിനുശേഷം കൈകൾ കൂപ്പി ഇങ്ങനെ നിൽക്കുക. വീണ്ടും കുറച്ച് പൂക്കൾ എടുക്കുക. 3 തവണ രാധാജിക്ക് പുഷ്പം സമർപ്പിക്കാൻ പോവുകയാണ്. ഓം രാധായൈ സ്വാഹ എന്നിട്ട് പുഷ്പം രാധാജിയുടെ പാദങ്ങളിൽ അർപ്പിക്കുക. വീണ്ടും ഓം രാധായൈ സ്വാഹ പുഷ്പം വീണ്ടും രാധാജിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുക. വീണ്ടും ഓം രാധായൈ സ്വാഹ പുഷ്പം വീണ്ടും രാധാജിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുക. ഈ അവസ്ഥയ്ക്ക് നമ്മൾ പുഷ്പാഞ്ജലി എന്ന് വിളിക്കും. ഇപ്പം നിങ്ങൾ രാധാറാണിക്ക് പുഷ്പാഞ്ജലിയാണ് നടത്തിയിരിക്കുന്നത്. പുഷ്പാഞ്ജലി എന്നതാണ് 1ാം ഘട്ടം. ഇനി നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ള ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നമ്മളെ രക്ഷിക്കണേ, ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ദേവിയോടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ വീണ്ടും നിങ്ങൾ ഒരിക്കൽ കൂടി രാധാറാണിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുക. ഹൃദയത്തിൽ ഇങ്ങനെ കൈവെക്കുക. കൈവെച്ചതിന് ശേഷം മനസ്സുകൊണ്ട് പറയുക, ദേവി, അടിയൻ ജന്മജന്മാന്തരങ്ങളായി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അടിയന് പുറത്തു തരണേ ദേവി. അതുകൂടാതെ ഈ ജന്മം അടിയൻ ജനിച്ച് ഈ നിമിഷം വരെ എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും അടിയന് പുറത്തു തരണേ. ഈ മന്ത്രം അടിയന്റെ അർച്ചനയായി സ്വീകരിക്കണേ. അമ്മേ രാധാദേവി, എനിക്ക് വേറെ ആരുമില്ലേ അമ്മേ, അമ്മയല്ലാതെ ആരുമില്ല. അമ്മയുടെ പാദങ്ങളിൽ ആശ്രയിക്കുന്ന എന്നെ കൈവിടല്ലേ അമ്മ എന്ന് ഹൃദയത്തിൽ തട്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് പൂക്കൾ കയ്യിലെടുക്കുക. കയ്യിലെടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥന തുടങ്ങുക. നാരായണി മഹാമായേ വിഷ്ണുമായേ സനാതനീ പ്രാണാധിദേവി കൃഷ്ണസ്യ മാം ഉദ്ധര ഭവാർണവാത്. അല്പം പൂക്കള് രാധാറാണിയുടെ ശിരസിലേക്ക് ഇടുക. അതിനുശേഷം വീണ്ടും കൈകൾ കൂപ്പുക. സംസാര സാഗരേ ഘോരേ ഭീതം മാം ശരണാഗതം പ്രപന്നം പതിതം മാധർ മാമുദ്ധര ഹരിപ്രിയേ ഹരപ്രിയേ അസംഖ്യയോനി ഭ്രമണാദ ജ്ഞാനാന്ധതമോവന്നിതം. വീണ്ടും കുറച്ച് പൂക്കളെടുത്ത് രാധാറാണിയുടെ ശിരസിലും പാദങ്ങളിലും നമ്മൾ സമർപ്പിക്കുക. ആദ്യം ശിരസിൽ മാത്രം, ഇപ്പം ശിരസിലും പാദങ്ങളിലും. വീണ്ടും പ്രാർത്ഥിക്കുക. ജ്വലദ്ഭിർ ജ്ഞാനദീപൈക്ഷമാം സുവർമ്മ പ്രദർശയ സർവേഭ്യോ അഭിവിനിർമുക്തം കുരു രാധേ സുരേശ്വരീ. വീണ്ടും അമ്മയുടെ പാദങ്ങളിൽ പൂക്കൾ സമർപ്പിക്കുക. വീണ്ടും കൈകൾ കൂപ്പി മാം ഭക്തമനുരക്താം ചകാദരം യമതാഠനാത് ത്വത്പാദപത്മേ യുഗലേ പത്മാ പത്മാലയാർച്ചിതേ. അമ്മയുടെ പാദങ്ങളിൽ വീണ്ടും പൂക്കൾ സമർപ്പിക്കുക. ദേഹി മഹ്യാം പരാം ഭക്തിം കൃഷ്ണേന പരിസേവിതേ സ്നിഗ്ധ ദുർവാം കുരൈ ശുക്ലപുഷ്പേ കുസുമചന്ദനൈ. കുറച്ചു പുഷ്പങ്ങൾ വീണ്ടും പാദങ്ങളിൽ സമർപ്പിക്കുക. കൃഷ്ണ ദത്താർഘ്യ ശോഭാഠ്യേ ഭക്തി മാധ്വീക സങ്കുലേ ആസനം ഭാസ്വദുത്തുംഗമൂല്യം രത്നനിർമ്മിതം മയാ നിവേദിതം ഭക്ത്യാഗ്രഹാണ പരമേശ്വരീ. അമ്മേ രാധാറാണി അമ്മേ,
ജന്മജന്മാന്തരങ്ങളായുള്ള എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണേ അമ്മേ. ഈ ജന്മം, ഈ നിമിഷം വരെ ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ പൊറുത്തു തരണേ അമ്മേ. ജനന മരണ ചക്രങ്ങളിൽ നിന്ന് രാധാറാണി അമ്മേ എന്നെ മോചിപ്പിക്കണേ എന്ന് ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിച്ച് കുറച്ച് പൂക്കൾ അമ്മയുടെ ശിരസിലും അമ്മയുടെ പാദങ്ങളിലും സമർപ്പിക്കുക. ഇനി നമ്മൾ ദേവിയെ ഒരു പീഠമിട്ടിട്ട് രാധാറാണി ആ പീഠത്തിലേക്ക് ഇരിക്കുന്നതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സങ്കല്പിക്കണം. നമ്മുടെ മുന്നിൽ രാധാജി ഉണ്ട്. അപ്പൊ നമ്മളൊരു പീഠം ഇട്ട് കൊടുത്തു. ആ പീഠത്തിലേക്ക് നമ്മുടെ രാധാജി ഇരിക്കുന്നു. അത് രാധാജിയുടെ പ്രതിമ അല്ലെങ്കിൽ ചിത്രം വെച്ചിരിക്കുന്ന ആ സ്ഥലം. ആ സ്ഥലത്ത് പീഠം ഉണ്ടെന്നങ്ങ് സങ്കല്പിച്ച് പീഠത്തിലേക്കാണ് ആ ചിത്രം ഇരിക്കുന്നതെന്നങ്ങ് വിചാരിച്ചാൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അല്പം ജലമെടുക്കുക. കിണ്ടിയിൽ അല്പം ജലമെടുക്കുക. ആ ജലത്തിലേക്ക് നമ്മുടെ മോതിരവിരല് സമർപ്പിക്കുക. സമർപ്പിച്ചതിന് മോതിരവിരല് താഴ്ത്തുക. അതിനുശേഷം ഇങ്ങനെ പറയണം: നാനാ തീർത്ഥോത്ഭവം പുണ്യം ശീതളം ചസ്സു നിർമ്മലം മയാ നിവേദിതം ഭക്ത്യാ പാദ്യം ച പ്രതിഗ്രഹ്യതാം. എന്നിട്ട് ഒരല്പം ജലം നമ്മൾ വിരലിലെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ദേവിയുടെ തൃപ്പാദങ്ങളിലേക്ക് 3 തവണ തളിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഇനി ഇതേ ജലത്തിലേക്ക് നമ്മൾ കറുകപ്പുല്ല്, ഇളം കറുകപ്പുല്ലിടുന്നതായിട്ടും അല്പം അരി ഇടുന്നതായിട്ടും ഒരു വെളുത്ത പൂവിടുന്നതായിട്ടും അല്പം കുങ്കുമം, ചന്ദനം എന്നിവ ഇടുന്നതായിട്ടും സങ്കല്പിക്കുക. കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ നല്ലത്. നിങ്ങളുടെ കയ്യിൽ കറുകപ്പുല്ല്, അരി, വെള്ളപുഷ്പം, കുങ്കുമം, അല്പം ചന്ദനം ഇത്രയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് ഇടുക. അല്ലെങ്കിൽ അങ്ങനെ ഇത് ഇടുന്നതായിട്ട് സങ്കല്പിക്കുക. സങ്കല്പിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക: സ്നിഗ്ധ ധൂർവാഷദം ശുക്ല പുഷ്പ കുങ്കുമ ചന്ദനം തീർത്ഥതോയാന്വിതം ദേവി ഗ്രഹാണാർഘ്യം സുരേശ്വരി. വീണ്ടും ഒരൽപ്പം ജലം 3 തവണ ദേവിയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നതായി വിചാരിക്കുക. ഇനി നിങ്ങൾ യഥാർത്ഥത്തിൽ ദേവിക്ക് വസ്ത്രം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രം എടുത്ത് കയ്യിൽ വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വസ്ത്രം കയ്യിലുള്ളതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് പറയുക: വഗ്നിശുദ്ധം വസ്ത്രയുഗ്മം അമൂല്യം അതുലം പരം മയാ നിവേദിതം ഭക്ത്യാഗ്രഹാണ ജഗദംബികേ. എന്നിട്ട് ഭക്തിയോടുകൂടി ആ വസ്ത്രം അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പാരിജാത പുഷ്പങ്ങൾ കോർത്ത ഒരു മാല ഉണ്ടെന്ന് സങ്കല്പിക്കുക. പാരിജാത പുഷ്പങ്ങൾ കോർത്ത ഒരു മാല. ഒരു നിമിഷം രാധാറാണിയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് പറയണം: അമ്മേ, പാരിജാത പുഷ്പങ്ങൾ കോർത്ത ഈ മാല്യം അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഈ മന്ത്രം ചൊല്ലുക: ഗ്രഥിതം സൂക്ഷ്മ സൂത്രേണ പാരിജാത വിനിർമ്മിതം ജന്മ മൃത്യു ജലാവ്യാധി ഹരേ മാല്യം ഗ്രഹാണമേ. എന്നിട്ട് ആ പൂ അമ്മയുടെ ആ ദേഹത്തേക്ക്, അമ്മയുടെ കഴുത്തിലൂടെ അണിയിക്കുന്നതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സങ്കല്പിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് കസ്തൂരി, കുങ്കുമം, ചന്ദനം ഇവ ചേർത്ത് ഒരു സുഗന്ധ ലേപനം ഉണ്ടാക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. അതായത് സങ്കല്പിച്ചാൽ മതി. കുറച്ച് കസ്തൂരി, കുങ്കുമം, ചന്ദനം ഇതെല്ലാം കൂടെ ചേർത്ത് എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോ കയ്യിലിട്ട് ഇങ്ങനെ ജലം വെച്ച് കുഴച്ചൊരു സുഗന്ധ ലേപനം ഉണ്ടാക്കുന്നതായി സങ്കല്പിക്കുക. പിന്നെ കുങ്കുമം, ചന്ദനം കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുക. കസ്തൂരി ചേർക്കുന്നതായി സങ്കല്പിക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക: കസ്തൂരി കുങ്കുമാക്തം ച സുഗന്ധി സ്നിഗ്ധ ചന്ദനം രാധേ മാതർ നിരാബാധേ മദ്ഗ്രഹാണാനുലേപനം. എന്നിട്ട് അമ്മയ്ക്ക് ആ സുഗന്ധം അമ്മയുടെ ആ പ്രതിമയിൽ ഇങ്ങനെ നമ്മൾ തേച്ചു പിടിപ്പിക്കുന്നതായി സങ്കല്പിക്കുക. തേക്കണ്ട, തേച്ചു പിടിപ്പിക്കുന്നതായി നമ്മൾ സങ്കല്പിക്കുക. ഇനി നമ്മുടെ കയ്യിൽ നല്ല സുഗന്ധമുള്ള ചന്ദനവും വെളുത്ത പുഷ്പവും ഉണ്ടെന്ന് സങ്കല്പിക്കുക.
എന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കുക. ശുക്ലപുഷ്പ സമൂഹം ച സുഗന്ധി ചന്ദനാന്വിതം മയാ നിവേദിതം ഭക്ത്യാ പുഷ്പം ദേവി പ്രതിഗ്രഹ്യതാം. അമ്മേ രാധാറാണി. എന്നിട്ട് ഈ ചന്ദനവും പൂക്കളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായി വിചാരിക്കുക. ഇനി ഒരു നിമിഷം രാധാറാണിയെ മനസ്സിൽ ധ്യാനിക്കുക. ഓം രാധായേ സ്വാഹ എന്ന് 3 തവണ ജപിക്കുക. അതിനുശേഷം നിങ്ങൾ കുന്തിരിക്കം പുകച്ചതുണ്ടെങ്കിൽ എടുക്കുക, വളരെ നല്ലത്. ധൂപം നമ്മൾ കുന്തിരിക്കം പുകയ്ക്കുമല്ലോ, അത് നിങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഉണ്ടെന്ന് സങ്കല്പിക്കുക. നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, ഇല്ലാത്തത് മാത്രം സങ്കല്പിച്ചാൽ മതി. ഇപ്പൊ പാരിജാതം നമുക്കൊന്നും ചെയ്യാൻ വയ്യ, സങ്കല്പിക്കാം. കസ്തൂരി നമുക്ക് കിട്ടില്ല, സങ്കല്പിക്കാം. പക്ഷെ നിങ്ങൾക്ക് പുകയ്ക്കാമല്ലോ. അപ്പൊ ആ കുമിഞ്ചാനിട്ട് പുകയ്ക്കുന്നതായി സങ്കല്പിക്കുക. അത് കയ്യിലിങ്ങനെ, ആ പുക കയ്യിലിങ്ങനെ വെച്ചിട്ട് പറയുക, വനസ്പതി രസോദാവ്യോ ഗന്ധവസ്തുഭിരണ്യത മയാ നിവേദിതോ ഭക്ത്യാ ധൂപോ അയം പ്രതിഗ്രഹ്യതാ. എന്നിട്ട് ആ ധൂപം അമ്മയ്ക്ക് ചുറ്റും ഇങ്ങനെ ഒഴിയുക. അമ്മ ആ ശുദ്ധമായ ധൂപത്തിൽ അങ്ങനെ മുങ്ങിയിരിക്കട്ടെ. ഇനി നമ്മൾ ആരതി ഒഴിയാൻ വേണ്ടി ദീപം കത്തിക്കണം. ദീപം കത്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ദീപം ഇങ്ങനെ ദേവിക്ക് ഒഴിഞ്ഞുകൊണ്ട് ചൊല്ലണം. അപ്പൊ ഒരു കയ്യിൽ ഇത് എഴുതിയത് നോക്കുക, ഒരു കൈ വെച്ച് ഇങ്ങനെ ചൊല്ലുക. അപ്പൊ ബാക്കി ഉള്ള കുടുംബാംഗങ്ങള് കൈകൾ കൂപ്പി രാധാറാണിയെ ഭക്തിയോടെ സ്മരിച്ചുകൊണ്ടിരിക്കണം. അന്ധകാര ഭയധ്വംസി മാംഗല്യോ വിശ്വപാവനഃ മയാ നിവേദിതോ ഭക്ത്യാ ദീപോ അയം പ്രതിഗ്രഹ്യതാം. എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നത് വരെ ഇത് വെച്ച് അമ്മയെ ഒഴിഞ്ഞോണ്ടേയിരിക്കുക. നിയമമൊന്നുമില്ല ഇത്ര വട്ടം. ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ മുന്നില് അമൃത് നിറച്ച 100 കുടങ്ങളുണ്ടെന്ന് സങ്കല്പിക്കണം. അമൃത് നിറച്ച 100 കുടങ്ങളുണ്ടെന്ന് സങ്കല്പിക്കുക. അത് സ്വർണ്ണക്കുടമാകാം, മൺകുടമാകാം. എന്ന് മാത്രവുമല്ല, അതിമനോഹരമായ ലക്ഷക്കണക്കിന് പാത്രങ്ങള്, പിന്നെ ലക്ഷക്കണക്കിന് മധുര പലഹാരങ്ങൾ ഇത്രയും ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇനി നിങ്ങൾക്കുള്ള എളുപ്പ വഴി ഒരു ചെറിയ കുടം വാങ്ങിച്ച് അവിടെ വെക്കുക. അതേ കണക്ക് തന്നെ ഒരു വസ്ത്രം, അതേ കണക്ക് തന്നെ 1 2 മധുര പലഹാരങ്ങളും വെക്കുക. നമ്മുടെ സങ്കല്പം കൊണ്ട് അത് ലക്ഷങ്ങളായി മാറും. അപ്പൊ ലക്ഷക്കണക്കിന് 100 കുടങ്ങള്, മനോഹരങ്ങളായ ലക്ഷക്കണക്കിന് പാത്രങ്ങള്, ലക്ഷക്കണക്കിന് മധുര പലഹാരമുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കുക. സുധാപൂർണം രത്നകുംഭം ശതകം ച സുദുർലഭം മാധ്വീക കുംഭലക്ഷം ച നൈവേദ്യം ദേവീ ഗ്രഹ്യതാം മിഷ്ടാന്ന സ്വസ്തികാനാം ച ലക്ഷപുഞ്ചം മനോഹരം ശർക്കരാരാശിലക്ഷം ച നൈവേദ്യം ദേവീ ഗ്രഹ്യതാം. എന്നിട്ട് ഈ കുടങ്ങളൊക്കെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായി, കുടം, വസ്ത്രം, മധുരപലഹാരം അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുക. ഇനി നമ്മുടെ മുന്നില് പായസം, പാലുകൊണ്ട്, പാലിൽ കൂട്ടിക്കുഴച്ച പൊങ്കല്, ശർക്കര, തൈര്, പാല് ഇത്രയും ഉള്ളതായി സങ്കല്പിക്കുക. ഇത് സങ്കല്പിക്കാനൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാവുന്നല്ലേ. ഇവിടെ ഒരല്പം പായസവും ഒരല്പം പൊങ്കലും ശർക്കരയും തൈരും പാലും അവിടെ കൊണ്ടുവെക്കാം, ഇല്ലെങ്കിൽ സങ്കല്പിക്കുക. എന്നിട്ട് ഈ മന്ത്രം പറയുക. സംസ്കൃതം പായസം പിഷ്ടം ശാല്യന്നം വ്യഞ്ജനാന്വിതം ശർക്കരാദി ദുഗ്ധാക്തം നൈവേദ്യം ദേവീ ഗ്രഹ്യതാം അമ്മേ രാധാറാണി. എന്നിട്ട് ഈ പായസവും ഇതെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കുക. ഇനി നിങ്ങളുടെ മുന്നിൽ 3 ലക്ഷം മാമ്പഴമുണ്ടെന്നും മറ്റനേകം പഴങ്ങളുണ്ടെന്നും സങ്കല്പിക്കുക. ഇത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. 1 2 മാമ്പഴം, ആപ്പിള്, ഓറഞ്ച് അങ്ങനെ അല്പം പഴങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ അത് 3 ലക്ഷം ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ അത്രയുമായി. ഇനി പ്രാർത്ഥിക്കുക. ഫലാനാം ച സുവക്വാനാം
ഫലാനാം ച സുഭക്വാനാമാമ്രാദീനാം ത്രിലക്ഷകം രാശീനാം ചമയാ ദത്തം ഭക്യാ ച ദേവീ ഗ്രഹ്യത. എന്നിട്ട് നമ്മുടെ അമ്മയ്ക്ക് ഭക്തിപൂർവം ഈ മാമ്പഴങ്ങളും മറ്റും കൊടുക്കുന്നു. ഇനി തൈര് നിറച്ച 100 പാത്രമുണ്ട്, തേൻ നിറച്ച 100 പാത്രമുണ്ട്, നെയ്യ് നിറച്ച 100 പാത്രമുണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ തൈര്, ഒരു പാത്രത്തിൽ തേൻ, ഒരു പാത്രത്തിൽ നെയ്യ്, എന്നിട്ട് 100 ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്, സങ്കല്പം പോലും വേണ്ട. എന്നിട്ട് പ്രാർത്ഥിക്കുക. ദതികുല്യാശതം ചൈവ മധുകുല്യാശതം തഥ കൃതകുല്യാശതം ചൈവ ഗ്രഹാണ പരമേശ്വരീ അമ്മേ രാധാറാണി. എന്നിട്ട് ഈ പാത്രങ്ങൾ, അതായത് തൈരും തേനും നെയ്യും എല്ലാം നമ്മുടെ പൊന്നമ്മയ്ക്ക് സമർപ്പിക്കുക. ഇനി ഒരു 100 കുടം പാല് നിറച്ച 100 കുടം നമ്മളടുത്തുണ്ടെന്നും അതേ കണക്ക് ശർക്കര നിറച്ച 100 കുടം ഉണ്ടെന്നും സങ്കല്പിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുടം എടുത്തിട്ട് അതിനകത്ത് അല്പം പാലും അടുത്ത ഒരു കുടത്തിൽ അല്പം ശർക്കരയും ഇട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പൊ നമ്മുടെ മുന്നിൽ 100 കുടം പാല് നിറച്ചതുണ്ടെന്നും അതേ കണക്ക് തന്നെ ശർക്കര നിറച്ച 100 കുടവും പാല് നിറച്ച 100 കുടവും ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് കൈകൂപ്പിക്കൊണ്ട് ദേവിയോട് പ്രാർത്ഥിക്കണം. ദുഗ്ധകുല്യാശതം രമ്യാം ഗുഢകുല്യാശതം തഥാ മയാ നിവേദിതം ഭക്ത്യാ ഗ്രഹാണ പരമേശ്വരീ. എന്നിട്ട് ഈ പാലും ശർക്കരയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കണം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ എല്ലാ പുണ്യതീർത്ഥങ്ങളിൽ നിന്നും ശേഖരിച്ച ജലം ഇരിക്കുന്നതായി സങ്കല്പിക്കുക. നമ്മുടെ കയ്യിൽ ഒരു കിണ്ടിയിൽ എല്ലാ പുണ്യതീർത്ഥങ്ങളിൽ നിന്നും ശേഖരിച്ച ജലമുണ്ട്. അതിനകത്ത് നമ്മൾ കസ്തൂരി, ചന്ദനം തുടങ്ങിയ സുഗന്ധ വസ്തുക്കൾ കലർത്തിയിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. ഇനി നമ്മൾ പ്രാർത്ഥിക്കുക. നാനാ തീർത്ഥോത്ഭവം രമ്യം സുഗന്ധി വസ്തുവാസിതം മയാ നിവേദിതം ഭക്ത്യാ ശീതതോയം ഗ്രഹാണമേ. എന്നിട്ട് അമ്മയ്ക്ക് നമ്മളെ സങ്കല്പിച്ച പാത്രത്തിൽ അല്പം വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എടുത്ത് അമ്മയുടെ പാദങ്ങളിലേക്ക് നമ്മൾ തളിക്കുക. ഇനി നമ്മുടെ മുന്നിൽ ഒരു കിടക്ക ഉണ്ടെന്ന് സങ്കല്പിക്കുക. അമ്മയ്ക്ക് കിടക്കാൻ വേണ്ടി ഒരു കിടക്ക. ആ കിടക്കയാകട്ടെ വില പിടിച്ച രത്നങ്ങളും ഇന്ദ്രനീല കല്ലും കൊണ്ട് നിർമ്മിച്ച് അങ്ങനെ പാൽപ്പത പോലെ വെണ്മയുള്ള തിളങ്ങുന്ന മെത്ത. അപ്പം വില പിടിച്ച രത്നങ്ങളും ഇന്ദ്രനീല കല്ലും കൊണ്ട് നിർമ്മിച്ച ഒരു മെത്ത നമ്മുടെ മുന്നിലുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. അമ്മയ്ക്ക് ശയിക്കാനാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ശയ്യാഭയ ഫേനനിഭാ ശയ്യാരത്നേന്ദ്രസാര നിർമ്മിത മയാ നിവേദിത ഭക്ത്യാ താം ഗ്രഹാണ സുരേശ്വരീ. എന്നിട്ട് അമ്മയ്ക്ക് ആ കിടക്ക അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായി അമ്മയുടെ പാദങ്ങളിൽ വെക്കുന്നതായി സങ്കല്പിക്കുക. ഇനി നമ്മുടെ കയ്യിൽ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ നമ്മൾ ഇരിക്കുന്നതായി സങ്കല്പിക്കുക. അമ്മയ്ക്ക് കൊടുക്കാൻ നമ്മൾ ആഭരണങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ഒരു വള ഊരിയിട്ട് അത് രത്നങ്ങൾ കൊണ്ട് ധരിച്ചതാണെന്ന് സങ്കല്പിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഭൂഷാം ഭൂഷണാനി ചരമ്യാണി സദ്രത്ന നിർമ്മിതാനി ച മയാ നിവേദിതാന്യേവ ഗ്രഹാണ പരമേശ്വരീ. അമ്മേ രാധാറാണി അമ്മേ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വള അമ്മയുടെ തൃപ്പാദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുക. നമ്മുടെ കൈ കിടക്കുന്ന ഒരു വള ഊരി അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. ഇത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം തെളിച്ചറിഞ്ഞ് തിരിച്ചെടുക്കാം. ഇനി നമ്മുടെ മുന്നിൽ കർപ്പൂരം, മറ്റ് സുഗന്ധ വസ്തുക്കളൊക്കെ ചേർത്ത താമ്പൂലം ഉണ്ടെന്ന് സങ്കല്പിക്കുക. സങ്കല്പിക്കാൻ ഞങ്ങൾക്ക് കടയിൽ നിന്ന് വെറ്റില, പാക്ക്, പിന്നെ ഈ സുഗന്ധ ഇതൊക്കെ കിട്ടുമല്ലോ, പുകയില, ഇതൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുകയോ അല്ലെങ്കിൽ താമ്പൂലം വാങ്ങിച്ചു വെക്കുകയോ ചെയ്യുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. താമ്പൂലം ച പരം രമ്യം കർപ്പൂരാദി സുവാസിതം മയാ നിവേദിതം ഭക്ത്യാ ഗ്രഹാണ പരമേശ്വരീ. എന്നിട്ട് ആ താമ്പൂലം അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. ഇനി നമ്മളൊരു ഡെപ്പിയിൽ കുറച്ച് സിന്ദൂരം എടുത്തു വെച്ചേക്കണം. ഇനി നമ്മുടെ അമ്മയ്ക്ക് സിന്ദൂരം കൊടുക്കാൻ പോവുകയാണ്. അമ്മയോട് പറയണം ഇങ്ങനെ പ്രാർത്ഥന.
അതായത് അമ്മേ, നിങ്ങളിപ്പോൾ വിവാഹിതരാകാത്തവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അമ്മേ മംഗല്യയോഗം ഉണ്ടാകണേ. മംഗല്യം ഉള്ളവരാണെങ്കിൽ ദീർഘ സുമംഗലിയാകാൻ പ്രാർത്ഥിച്ചോളൂ. സിന്ദൂരം അതിനാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുക, സിന്ദൂരം ശോഭനം രാധേഷിതാം സുപ്രിയം സദാ മയാ നിവേദിതം ഭക്ത്യാ സിന്ദൂരം പ്രതിഗ്രഹ്യതാം. അമ്മേ രാധാറാണി അമ്മേ, ഈ സിന്ദൂരം സ്വീകരിച്ച് അനുഗ്രഹിക്കണേ അമ്മേ രാധാറാണി അമ്മേ. ഇനി സുഗന്ധ വസ്തുക്കൾ പൂശിയ ചേർത്ത തൈലം നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് തൈലം അറിയാമല്ലോ, ആയുർവേദത്തിന്റെ തൈലം കിട്ടുന്നത്. അത് കയ്യിലുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുക. പരം സുഭക്വതൈലം ച സുഗന്ധി വസ്തു സംസ്കൃതം മയാ നിവേദിതം ഭക്ത്യാ തൈലം ച പ്രതിഗ്രഹ്യതാം. ഇനി നമ്മൾ ദേവിയുടെ പാദങ്ങളിലേക്ക് പൂക്കളർച്ചിക്കുക. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ദേവിയുടെ ദാസിമാരെയും ദാസന്മാരെയും പൂജിക്കണം. എങ്കിൽ മാത്രമേ ദേവി തൃപ്തിയാകൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, ദേവിയുടെ ദാസിമാരും ദാസന്മാരും അവിടെ നിപ്പുണ്ടെന്ന് കരുതുക. എന്നിട്ട് നമ്മൾ പറയുക, ഓം മാലതീ നമ, ഓം മാധവീ നമ, ഓം രക്താ നമ, ഓം രത്നമാലാവതീ നമ, ഓം സതീ നമ, ഓം ചമ്പാവതീ നമ, ഓം മധുമതീ നമ, ഓം സുശീല നമ, ഓം വനമാലിക നമ, ഓം ചന്ദ്രാവലി നമ, ഓം ചന്ദ്രമുഖി നമ, ഓം പത്മാ നമ, ഓം പത്മമുഖി നമ, ഓം ശുഭാ നമ, ഓം കമലാ നമ, ഓം കലികാ നമ, ഓം കൃഷ്ണപ്രിയാ നമ, ഓം വിദ്മാധരീ നമ. ഇനി ദാസന്മാരെ വന്ദിക്കുന്നു. ഓം സാനന്ദ നമ, ഓം പരമാനന്ദ നമ, ഓം സുമിത്രാ നമ, ഓം സന്തനോ നമ. എന്നിട്ട് ഇവരൊക്കെ ഉണ്ടെന്ന് കരുതി ദണ്ഡ നമസ്കാരം ചെയ്യണം. നമ്മൾ ദണ്ഡം നിലത്ത് വീണ് കിടന്ന് ഈ ദാസിമാരെയും ദാസന്മാരെയും വന്ദിക്കുന്നു. അതിനുശേഷം രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ഈ പ്രാർത്ഥന, രാധാരാസേശ്വരി രമ്യാരാമാച പരമാത്മനാ രാസോത്ഭവാ കൃഷ്ണകാന്താ കൃഷ്ണവക്ഷസ്ഥലസ്ഥിതാ കൃഷ്ണപ്രാണാധിദേവി ച മഹാവിഷ്ണോ പ്രസൂരവീ സർവാദ്യാ വിഷ്ണുമായാ ച സത്യാ നിത്യാ സനാതനീ ബ്രഹ്മസ്വരൂപ പരമാ നിർലിപ്ത നിർഗുണാ പരാം വൃന്ദാവനേ സാ ച വിരജാ തടവാസിനി ഗോലോകവാസിനി ഗോപീ ഗോപീശ ഗോപമാതൃകാ സാനന്ദ പരമാനന്ദാനന്ദനന്ദനകാമിനി വൃഷഭാനുസുതാ ശാന്താകാന്ത പൂർണതമാ ച സാ കാമ്യകലാവതീ കന്യാതീർത്ഥഭൂതാ സതീശുഭാ സപ്തത്രിംശച്ഛ നാമാനി വേദോക്തനീ ശുഭാനി ച വേദോക്താനി ശുഭാനി ച. എന്നിട്ട് ദേവിയുടെ പാദങ്ങളിൽ പൂക്കൾ അർപ്പിച്ച് രാധാറാണിയുടെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്യണം. ഇനി നമുക്ക് ആരതിയാണ്. ആരതിക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾ നടത്തുക. കർപ്പൂരം അതെല്ലാം എടുത്ത് നിങ്ങൾ വെക്കുക. എന്നിട്ട് ആരതി ഒഴിയാൻ തുടങ്ങുന്നത് ഈ പറയുന്ന മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടായിരിക്കണം. ഓം രാധായേ സ്വാഹ. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു റൗണ്ട് പൂർത്തിയാകണം. എന്ന് പറഞ്ഞാൽ രാധാറാണിയുടെ പാദം മുതൽ ശിരസിലൂടെ വന്ന് തിരിച്ചു പാദത്തിൽ വന്ന് നിൽക്കണം. അങ്ങനെ ഓരോ മന്ത്രവും 3 തവണ ചൊല്ലണം. ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. ഞാൻ അങ്ങോട്ട് ഇനി 1 തവണയാണ്, നിങ്ങൾ ആരതിക്ക് 3 തവണയാണ്.
ഓം ഹ്രീം ശ്രീം രാധായൈ സ്വാഹ. ഓം രാം രാധായൈ സ്വാഹ. ഓം രാം രാസേശ്വര്യേ നമഃ. ഓം രാം രാസവിലാസിന്യേ സ്വാഹ. ഓം വൃന്ദാവനവിലാസിന്യേ സ്വാഹ. ഓം കൃഷ്ണപ്രാണാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ഹ്രീം ക്ലീം രാധായൈ സ്വാഹ. അപ്പോൾ ആരതി ഒഴിഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ അത് തൊട്ട് വന്നിക്കാൻ എല്ലാവരോടും ആവശ്യപ്പെടണം. എല്ലാവരും അത് തൊട്ട് വന്നിക്കണം. വന്നിച്ചിട്ട് എല്ലാവരും അവിടെ തന്നെ നിൽക്കണം. അതിനുശേഷം നിങ്ങൾ കുറച്ച് വെളുത്ത പൂക്കൾ, മുല്ലപ്പൂവോ എന്തോ എടുക്കുക, വെളുത്ത പൂക്കൾ കയ്യിലെടുത്തിട്ട് ആ കൈ ഇങ്ങനെ കൂപ്പി ഹൃദയത്തിൻ്റെ ഭാഗത്ത് വെക്കണം. വെച്ചിട്ട് ഈ പറയുന്ന മന്ത്രം ചൊല്ലണം. ഓം രാധാ രാസേശ്വരി രാസവാസിനി രസികേശ്വരി സ്വാഹ. ഓം കൃഷ്ണപ്രാണാധിക കൃഷ്ണപ്രിയാച കൃഷ്ണരൂപിണി സ്വാഹ. ഓം കൃഷ്ണവാമാംഗസംഭൂത പരമാനന്ദരൂപിണി സ്വാഹ. ഓം കൃഷ്ണ വൃന്ദാവനി വൃന്ദാവന വിനോദിനി സ്വാഹ. ഓം ചന്ദ്രാവതി ചന്ദ്രകാന്ത ശരചന്ദ്ര വിഭാനന സ്വാഹ. ഓം രാധായേ സ്വാഹ. എന്നിട്ട് ആ വെളുത്ത പൂക്കള് രാധാറാണിയുടെ പാദങ്ങളിലേക്ക് നിങ്ങൾ ഭക്തിയോടുകൂടി അർച്ചിക്കുക. അങ്ങനെ അർച്ചിച്ചതിന് ശേഷം നിങ്ങളും വീട്ടുകാരും എല്ലാം ദണ്ഡ നമസ്കാരം ചെയ്യണം. നിലത്ത് വീണ് കിടന്ന് രാധാറാണിയെ നമസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ അത് പറയണം. നിങ്ങൾക്ക് ഒരാവശ്യവും പറയാനില്ലെങ്കിൽ ഗോലോകപ്രാപ്തി പറയുക. എനിക്കൊരു ലൗകിക സുഖവും വേണ്ട അമ്മേ, എനിക്ക് ഗോലോകപ്രാപ്തി മതി, അതിനപ്പുറം എനിക്ക് യാതൊന്നും വേണ്ട അമ്മേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിശ്ചയമായും നിങ്ങൾ ഗോലോകത്ത് പോയിരിക്കും. പിന്നെ വ്രതം എടുക്കേണ്ട വിധമൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര മണി വരെ എടുക്കണമെന്നും തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മനസ്സിലായല്ലോ. എല്ലാവരും ഒരുമിച്ച് രാധാറാണിയുടെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്യുക. ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു പറഞ്ഞാലും അമ്മ സാധിച്ചു തരും. എന്തു പറഞ്ഞാലും സംശയമൊന്നും വേണ്ട. ഞാൻ ഗ്യാരണ്ടി. ഞാൻ ചോദിക്കും നിങ്ങൾ ആരാണെന്ന്. ഞാൻ ആരുമല്ല. ഞാനൊരു അമ്മയുടെ കോടാനുകോടി ഭക്തരിൽ ഒരു പുൽക്കൊടിയേക്കാൾ കഷ്ടമായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ പുൽക്കൊടിയേക്കാൾ കഷ്ടമായിട്ടുള്ള ഒരാളുടെ വാക്കു പാലിക്കാൻ പോലും എൻ്റെ അമ്മ ഇറങ്ങി വരും. അതാണ് രാധാറാണി. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഗ്യാരണ്ടി. നിങ്ങളുടെ എന്തു പറഞ്ഞാലും സാധിച്ചിരിക്കും. അതോടൊപ്പം നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ ഭഗവാനെ ലൗകിക സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഗോലോകപ്രാപ്തി തരണേ എന്ന് പറഞ്ഞാൽ നിശ്ചയം ഈ ജന്മം കഴിയുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകാൻ ലളിത സഖി വരും. ഗോലോകത്തേക്ക് പോകാം, നമുക്ക് അവിടെ വെച്ച് കാണാം. രാധേ രാധേ പ്രേക്ഷകരെ, നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ വരും ഗോലോകത്ത്, ഞാൻ വരും, അതെൻ്റെ അമ്മ കൊണ്ടുപോകും. നിങ്ങളും വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. കാരണം എൻ്റെ അമ്മയുണ്ടല്ലോ, കരുണാമയി വരദാമയി പ്രണയാമയി രാധേ. കരുണാമയി വരദാമയി പ്രണയാമയി രാധേ. കരുണാമയി രാധേ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണ